Hi friends, welcome to Cybertech channel. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് Firestickന്റെ 4K ഡിവൈസും അതുപോലെ തന്നെ ഫുൾ എച്ച്ഡി ഡിവൈസും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. കാരണം ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങളൊരു 4K അല്ലെങ്കിൽ Firestick നോർമൽ ഡിവൈസ് ബെറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ പുതിയ ഡിവൈസ് വാങ്ങിച്ച ആളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഈ സെറ്റിംഗ്സ് എല്ലാം കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ട്വീക്ക് ചെയ്യാനും പറ്റും, ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. ഓരോന്നും നിങ്ങൾ ഈ ഒരു ഓർഡറിൽ തന്നെ ചെയ്യുക, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. ഫസ്റ്റ് നമുക്ക് സെറ്റിങ്സിൽ തന്നെ തുടങ്ങാം. സെറ്റിങ്സ് നമുക്കൊരു ഫയർ ടി വി നിങ്ങൾ കോൺഫിഗർ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയർ ടി വി കിട്ടി, നിങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് ടി വിയിൽ കണക്ട് ചെയ്തു. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഫയർ ടി വിയുടെ ഹോം സ്ക്രീൻ. ഇവിടുന്ന് സെറ്റിങ്സ് ഏറ്റവും മുകളിൽ സെറ്റിങ്സിലോട്ട് മൂവ് ചെയ്യുക, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് മൈ ഫയർ ടി വി എത്തി. ഇവിടെ ഈ ഫയർ ടി വിയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മുടെ ഈ ഒരു രണ്ട് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഡെവലപ്പർ ഓപ്ഷനിൽ ADB ഡീബഗ്ഗിങ്ങും അതുപോലെ ആപ്സ് ഫ്രം അൺനോൺ സോഴ്സും ഇത് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് പുറത്തുനിന്നുള്ള APKs ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഡീഫോൾട്ടായിട്ട് ഡിസേബിൾഡ് ആയിരിക്കും. നമ്മളിത് രണ്ടും എനേബിൾ ചെയ്യണം. ഒന്ന് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് ചെയ്യാനുള്ളത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെക്ക് ഫോർ അപ്ഡേറ്റ്സ്. ഇത് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ വേർഷൻ ഓഫ് OS അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഫയർ ടിവിയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവും, സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ ആയിരിക്കും. അത് രണ്ടാമത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിഫറൻസിൽ വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫീച്ചേർഡ് കണ്ടൻറ്റ്. ഇത് രണ്ടും ഓഫ് ചെയ്യുക. ഇത് രണ്ടും നമുക്ക് ഓൾറെഡി ഓൺ ആയിരിക്കും. ഇത് ഓൺ ആണെങ്കിൽ നമ്മുടെ ഫയർ ടി വി സ്റ്റിക്ക് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട് സ്ക്രീനിൽ, ഹോം സ്ക്രീനിൽ കുറേ വീഡിയോ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ സൗണ്ടിൽ പ്ലേ ആവും. അത് നമുക്ക് ചില സമയത്ത് നല്ലതായിട്ട് തോന്നത്തില്ല, കാരണം ഓട്ടോമാറ്റിക് വീഡിയോസ് എല്ലാം പ്ലേ ആവാറുണ്ട്. അത് ഒഴിവാകാൻ വേണ്ടി ഇത് രണ്ടും ഓഫ് ചെയ്യുക. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറൻസിൽ വരിക, അവിടുന്ന് നിങ്ങൾ ഫീച്ചേർഡ് കണ്ടൻറ്റ് രണ്ടും ഓഫ് ചെയ്യുക. ഇതൊരു അൺനെസസറി ഐറ്റമാണ്. കാരണം ഓട്ടോമാറ്റിക് എല്ലാ വീഡിയോസും നിങ്ങളുടെ ഹോം സ്ക്രീനിൽ ഹൈലൈറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും. അതല്ല നിങ്ങൾക്ക് വീഡിയോ വേണം, ഓഡിയോ വേണ്ടെങ്കിൽ ഇവിടെ ഓഡിയോ മാത്രം ഓഫ് ചെയ്ത് വീഡിയോ ഓൺ ആക്കി ഇട്ടാൽ നിങ്ങൾക്ക് ആ ഒരു ഓട്ടോമാറ്റിക് സൗണ്ടും അതൊക്കെ ഒഴിവാക്കി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൈവസി സെറ്റിങ്സ്. നമ്മുടെ ഡേറ്റ ആമസോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോഗൊക്കെ അവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ യൂസർ ഡേറ്റ, അതുപോലെ നമ്മുടെ ആപ്പിൻ്റെ യൂസേജ് ഡേറ്റ. അപ്പോൾ നമ്മളുടെ യൂസർ എക്സ്പീരിയൻസ് ക്യാപ്ചർ ചെയ്തിട്ട് അവരത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം എന്തൊക്കെയാണ് ഈ ഒരു ആപ്പിൽ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് അവർ നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് അവർ നമുക്ക് വേണ്ടി നമ്മൾ പല സൈറ്റിലും കയറുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഷോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ആമസോണിലോ ഫേസ്ബുക്കിലൊക്കെ സൈഡിൽ ആഡായിട്ട് കാണാൻ പറ്റും. അതൊക്കെയാണ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആഡ് എന്ന് പറയുന്നത്. അത് അവർ നമ്മുടെ യൂസേജ് എക്സ്പീരിയൻസ് അത് യൂസർ ബിഹേവിയർ ക്യാപ്ചർ ചെയ്തിട്ടാണ് അവർ ക്യാപ്ചർ ചെയ്തിട്ടാണ് അവർ ആ ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി ഡിവൈസ് യൂസേജ് ഡേറ്റയും കളക്ട് ആപ്പ് യൂസേജ് ഡേറ്റയും അതുപോലെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആഡ്സ് ഡേറ്റയും മൂന്ന് ഒഴിവാക്കുക. ഇത് നമ്മളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സെറ്റിങ്സ് ആണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് എനേബിൾ ചെയ്യരുത്. നിങ്ങളുടെ ഡിവൈസ് കിട്ടിയാലുടനെ നിങ്ങൾ ഡിസേബിൾ ചെയ്യണം. അല്ലെങ്കിൽ വി ആർ അണ്ടർ സർവൈലൻസ് എന്നൊക്കെ പറയാം. നമ്മുടെ ഡേറ്റ മൊത്തം അവർ ലോഗ് ചെയ്യുന്നുണ്ട്, ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു സെറ്റിങ്സ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ ഹോട്ട്സ്പോട്ടൊക്കെ യൂസ് ചെയ്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വൈഫൈ ഹോട്ട്സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ജിയോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 GB ഡെയിലി ലിമിറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഡേറ്റ മോണിറ്ററിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലേ സെറ്റ് ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി, അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഗുഡ് ആക്കുവാണെങ്കിൽ നമുക്ക് കുറേ ഡേറ്റ സേവ് ചെയ്യാൻ പറ്റും. വളരെ നമുക്ക് ഡേറ്റ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യൂസേജിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും ക്വാളിറ്റി സെറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് വിത്തൗട്ട് FUP ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡേറ്റ മോണിറ്ററിങ് ഓഫ് ചെയ്യാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ യൂസേജ് നിങ്ങൾക്ക് എത്ര ഡേറ്റയാണ് മന്ത്ലി ഉള്ളതെന്നൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക്. അപ്പം ആ ഒരു ഡേറ്റ കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇതിനകത്തെ ഡേറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ മൂവി പ്ലേ ബാക്ക് ഒക്കെ സ്റ്റോപ്പ് ആവും. അതുപോലെ നിങ്ങൾക്ക് മന്ത്ലി ടോട്ടൽ ഡേറ്റ യൂസേജ് ഇവിടെ കാണാനും പറ്റും. കണ്ടില്ലേ? ഇപ്പോൾ എൻ്റെ യൂട്യൂബ് എത്ര GB എടുത്തു, അതുപോലെ തന്നെ
ഈ ആപ്സ് എത്ര GB എടുക്കുന്നതൊക്കെ ഇവിടെ കാണാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. അപ്പം ഡേറ്റ മോണിറ്ററിങ് അതുപോലൊരു ഒരു നല്ല ഫീച്ചറാണ് Fire TV Stick. അടുത്തത് നമുക്ക് നോക്കാം നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിലൊരു പോപ്പപ്പ് വരും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓഫ് ചെയ്യുന്നത്. ഇത് ബെറ്റർ എപ്പോഴും ഓഫ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ അലേർട്ട് വരും, പക്ഷേ നമ്മൾ എന്ത് കാണുന്നത് എന്നുള്ളത് ഇൻറ്ററപ്റ്റ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഓഫ് ചെയ്തിരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്തത് നമ്മളിപ്പം മൊബൈലിൽ നിങ്ങൾ ഒരു പ്രൈം വീഡിയോ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾ ടി വിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ടി വി ഒന്ന് വീണ്ടും പ്രൈം ആപ്പ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് സിങ്ക് ഓണായി കിടക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടൻറ്റ് ബാക്കി നേരെ നമ്മുടെ ടി വി ഓപ്പൺ ആകുമ്പോൾ ടി വിയിൽ അത് അവിടെ തൊട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ റെസ്യൂം ചെയ്യാൻ പറ്റും നമുക്കൊരു മൂവി ആണെങ്കിൽ. സിങ്ക് ഓഫ് ആണെങ്കിൽ നമ്മൾ കണ്ടത് ഇങ്ങോട്ട് സിങ്ക് ആവത്തില്ല. നമ്മുടെ ഈ ഒരു പ്രൈം വീഡിയോ മൊബൈലിൽ കണ്ട് നിർത്തിയത് നമുക്ക് പ്രൈം വീഡിയോയുടെ ആപ്പ് ടി വിയിൽ സിങ്ക് ആവത്തില്ല. ഇത് ഓണായി കിടന്നാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിട്ട് കാണേണ്ടി വരും. അപ്പോൾ അതൊരു ഫീച്ചറാണ്. അപ്പോൾ നല്ലൊരു ഫീച്ചറാണ് അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ. അതാണ് നമുക്കിവിടെ പേരൻ്റൽ കൺട്രോൾസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുക. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓണാക്കാം. എന്നിട്ട് നിങ്ങൾക്കൊരു കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഈ കാണുന്ന കോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിമോട്ടിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണത് സെറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഏജ് റെസ്ട്രിക്റ്റഡ് വെച്ച് നമുക്കത് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതൊരു വീഡിയോയിൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് കാണിക്കുന്ന ഒരു ലോങ് സെറ്റിങ്സ് ആണ് അത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കേണ്ട ഡിസ്പ്ലേ സെറ്റിങ്സ്. നിങ്ങൾ ഒരു ഫയർ ടി വി സ്റ്റിക്ക് വാങ്ങി വന്നൊരാളാണെങ്കിൽ 4K ഫയർ ടി വി സ്റ്റിക്കാണ് വാങ്ങിയതെങ്കിൽ ഡിസ്പ്ലേ സെറ്റിൽ ആദ്യം തന്നെ പോവുക. നമ്മുടെ സെറ്റിങ്സിന് അണ്ടറിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഓഡിയോ സെറ്റിങ്സിന് അണ്ടറിൽ പോയിട്ട് ഡിസ്പ്ലേ സെറ്റിങ്സ് എടുക്കുക. ഏറ്റവും താഴെ വന്ന് ഈ ഒരു ഡൈനാമിക് റേഞ്ച് സെറ്റിങ്സ്, ഇത് ഡീഫോൾട്ട് അതൊരു HDR മോഡായിരിക്കും. ഓൾവേസ് HDR മോഡായിരിക്കും. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടി വി അങ്ങ് മങ്ങും. ചിലപ്പം ഈ ഒരു HDR സപ്പോർട്ട് ചെയ്യാത്ത ടി വി ആണെങ്കിൽ നമ്മുടെ ഒരു ടി വിയുടെ ഫുൾ ബ്രൈറ്റ്നെസ് അങ്ങ് ഒരുമാതിരി മങ്ങിപ്പോവും. അതുകൊണ്ട് HDR സപ്പോർട്ട് ചെയ്യുന്ന ടി വി ആണെങ്കിൽ കുഴപ്പമില്ല. എപ്പോഴും അതൊരു അഡാപ്റ്റീവ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ വീഡിയോ എന്നുള്ളതിൽ ടി വി ഓട്ടോമാറ്റിക്കലി അത് എടുത്തോളും. ഇപ്പോൾ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുന്നത് ഡൈനാമിക് HDR ആണെങ്കിൽ ഈ ഒരു അഡാപ്റ്റീവ് സെറ്റിങ്സ് ഓട്ടോമാറ്റിക്കായിട്ട് HDR മോഡിലോട്ട് മാറും. അതല്ല നമ്മുടെ വീഡിയോ HDR അല്ലെങ്കിൽ ഈ അഡാപ്റ്റീവ് സെറ്റിങ്സ് ഓട്ടോമാറ്റിക്കലി നോർമൽ വീഡിയോ സെറ്റിങ്സിലോട്ട് മാറും. എപ്പോഴും അഡാപ്റ്റീവ് ഓപ്ഷൻ ഇടുന്നതായിരിക്കും നിങ്ങളുടെ ഒരു ഫയർ ടി വി സ്റ്റിക്കിന് എപ്പോഴും നല്ലത്. അതുപോലെ വീഡിയോ ക്വാളിറ്റിക്കും ബെറ്റർ അതാണ്. അതുപോലെ തന്നെ നമ്മളിനി അടുത്ത് നോക്കുന്നത് നമ്മുടെ റെസൊല്യൂഷനാണ്. നമ്മുടെ ഈ ഒരു സെറ്റിങ്സിന് അണ്ടറിൽ തന്നെയാണ് ഡിസ്പ്ലേ ആൻഡ് സൗണ്ട് എന്നുള്ള സെറ്റിങ്സിന് അണ്ടറിൽ തന്നെ നമുക്കിനി കാണുന്നത് ഡിസ്പ്ലേ ഓപ്ഷൻ എടുക്കുക. അവിടെ വീഡിയോ റെസൊല്യൂഷൻ ഒരു സെറ്റിങ്സ് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ടി വി 4K ആണെങ്കിൽ അത് 2160p വരെ സപ്പോർട്ട് ചെയ്യും. അതല്ല ഒരു 1080p ടി വി ആണെങ്കിൽ 1080p വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഓട്ടോമാറ്റിക് സെറ്റിങ്സ് ഇടുന്നതായിരിക്കും നല്ലത്. നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ റെസൊല്യൂഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ ഫയർ ടി വി സ്റ്റിക്ക് നമ്മുടെ ആ റെസൊല്യൂഷൻ വെച്ച് പ്ലേ ചെയ്തോളും. അപ്പോൾ അത് 4K ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഇട്ട് കഴിഞ്ഞാൽ 4K വീഡിയോ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്ക്രീൻ സേവറൊക്കെ ഇടണമെങ്കിൽ ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്ക്രീൻ സേവർ ഇടാൻ പറ്റും. അത് ജസ്റ്റ് ആ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര മിനിറ്റിലാണ് എത്ര ഫാസ്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് തന്നെ നോക്കി സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഏത് സ്പീഡ് വേണം, അതുപോലെ അതിൻ്റെ ഫാസ്റ്റ് വേണോ, എത്ര മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ ഡിസ്പ്ലേ ഇൻഫോ ആ ഫോട്ടോയുടെ ഇൻഫോ ഒക്കെ വേണോ എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് ഇനി ഓഡിയോ സെറ്റിങ്സ് ആണ്. ഡിസ്പ്ലേ ആൻഡ് സൗണ്ട് സെറ്റിങ്സ് അണ്ടറിൽ ഓഡിയോ സെറ്റിങ്സ്. അപ്പോൾ ഇവിടെ നാവിഗേഷൻ സൗണ്ട്സ് ഉണ്ട്. അത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട് വെച്ച് പ്രസ് ചെയ്യുമ്പം ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ടിക് ടിക് എന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അത് ഓഫ് ചെയ്തിരുന്നതായിരിക്കും നല്ലത്. വലിയ സ്പീക്കർ ഹോം തിയേറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സൗണ്ട് ആയിരിക്കും അത്. അപ്പോൾ നമുക്കിവിടെ താഴെ സ്റ്റീരിയോ സൗണ്ട് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ബെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡോൾബിയിലോട്ട് മാറും. ഡോൾബിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നല്ലൊരു ഹോം തിയേറ്റർ ഇല്ലെങ്കിൽ നിങ്ങളുടെ സൗണ്ട് വളരെ മോശമായിട്ടേ കേൾക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റീരിയോ തന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് സൗണ്ട് കിട്ടും. അപ്പോൾ എനിക്കിതൊരു ബെസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് നല്ല സൗണ്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് സ്റ്റീരിയോ മാറ്റിയപ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് ഇടുവാണെങ്കിൽ ഡോൾബി തന്നെ വർക്ക് ചെയ്യും. പക്ഷേ ആ ഡോൾബിയുടെ ഫുൾ പൊട്ടൻഷ്യൽ വെച്ചേ വർക്ക് ചെയ്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല ചില സൗണ്ടൊക്കെ നമ്മൾ മിസ്സാവും. നമുക്ക് ഒറിജിനൽ ഡോൾബി സപ്പോർട്ടുള്ള സ്പീക്കർ ഇല്ലെങ്കിൽ മിക്കവാറും സൗണ്ടിലൊക്കെ നമുക്ക് മിസ്സായി പോകാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റീരിയോ മോഡ് തന്നെ ഇട്ട് യൂസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു
ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ ബെറ്റർ ഗോ ഫോർ ബെസ്റ്റ് അവൈലബിൾ സൗണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് അഡ്വാൻസ്ഡ് ഓഡിയോ ഉണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം ലെവലറുണ്ട്. നമ്മളൊരു വീഡിയോ സ്റ്റാർട്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വോളിയം ആ ഫയർ ടി വി തന്നെ സെറ്റ് ചെയ്യും. കാരണം നമുക്കൊരു ഹൈ സൗണ്ട് വന്ന് നമ്മൾ ചെവിയൊക്കെ പോലെ അല്ലെങ്കിൽ നമ്മുടെ അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ ഒരു സൗണ്ട് അനുസരിച്ച് ഈ ഫയർ ടി വി തന്നെ വോളിയം ലെവൽ ചെയ്യുന്നൊരു ഒരു ഫീച്ചറാണിത്. അതുപോലെ തന്നെ ഡയലോഗ് എൻഹാൻസർ. അപ്പോൾ നമ്മൾ ഒരു മൂവി കാണുന്നു, ഇപ്പം ഭയങ്കര സൗണ്ടാണ്, വോയിസ് ഒന്നും കേൾക്കുന്നില്ലെങ്കിൽ ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് എൻഹാൻസ് ചെയ്ത് കേൾക്കുന്ന രീതിയിൽ ഫയർ ടി വി തന്നെ ഓട്ടോ സെറ്റ് ചെയ്യും. അപ്പോൾ വോയിസ് നല്ലപോലെ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് വോയിസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ആ ഒരു സൗണ്ടിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതാണ് ഈ ഒരു ഓഡിയോ സൗണ്ട്. പിന്നെ എനേബിൾ HDMI CEC ഡിവൈസ് കൺട്രോൾ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ടി വിക്ക് റിമോട്ടുണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടി വി റിമോട്ട് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയർ ടി വി കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് എനേബിൾ ചെയ്ത് നിങ്ങളുടെ HDMI പോർട്ട് CEC സപ്പോർട്ട് ചെയ്യണം. അത് HDMI 2.0 വേർഷൻ അബോവ് ഉള്ള HDMI സപ്പോർട്ട് ചെയ്യുന്ന പോർട്ടാണെങ്കിൽ CEC സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുവഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ഈ CEC എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് നിങ്ങളുടെ ടി വി നിങ്ങളുടെ ഒരു സോണി ആവാം, എന്തും ആവാം, മൈക്രോമാക്സോ ഏത് ടി വി ആണെങ്കിൽ പോലും നിങ്ങളുടെ ടി വിയുടെ റിമോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഫയർ ടി വി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ മിററിംഗ് എന്ന് പറയുന്നത് നമ്മളിത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിസ്പ്ലേ മിററിംഗ്. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് എന്തായാലും ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, പുതിയതായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഗൈസ്, ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.